നമസ്കാരം, സീറോ എഡിറ്റ്സിലേക്ക് സ്വാഗതം. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഓച്ചിറ സ്റ്റാർ ഹോസ്പിറ്റലിലെ സൈക്കാട്രിസ്റ്റായ ഡോക്ടർ ഫെമിത ഖാനാണ്. ഡോക്ടർ കിഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. ഒക്ടോബർ 10 വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണല്ലോ. അപ്പോൾ ഈ ഒരു ദിവസമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് എത്രത്തോളം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേക്ക് ഇപ്പോൾ റിലേറ്റഡ് ടോപ്പിക്സ് ആയിട്ട് നമ്മളൊരു ഡിസ്കഷൻ വരികയാണെങ്കിൽ മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ക്യാമ്പ്സ് നമ്മൾ ഒരുപാട് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിലും പൊതുവായി മെൻ്റൽ ഹെൽത്തിനെ, അതായത് കോമൺ പീപ്പിളിൽ ഒരു ജനറേഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒക്കെ, പക്ഷേ കുറച്ചുകൂടി ഒരു 30s അല്ലെങ്കിൽ ഒരു 40s തൊട്ട് മുകളിലോട്ടുള്ള ജനറേഷനിൽ അത്ര ഒരു നല്ല അവയർനെസ് ഇപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഫിലിമൊക്കെ അതിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടാവും അല്ലേ? കാരണം ഈ ഒരു മെന്റലി ഇഷ്യൂസ് ഉള്ള ആളുകളെ അത്രയും ഒരു കോമഡി ആയിട്ടൊക്കെ കാണിക്കുമ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്, എനിക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് ആളുകൾ സന്നദ്ധരാകുന്നതിൽ ഒരു മടി കാണിക്കാറുണ്ടോ? ഡോക്ടറുടെ ഒപ്പിയിലൊക്കെ വരുന്നതിൽ എനിക്കൊരു പ്രശ്നമുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞ് വരുന്ന ആളുകൾ കുറവായിരിക്കുമല്ലോ. അപ്പം അത് അങ്ങനെ ഉള്ളൊരു ഫീൽ ചെയ്തിട്ടുണ്ടോ പൊതുവെ? ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസികാരോഗ്യം തകരാറിലാവുമ്പോൾ പൊതുവെ നമ്മുടെ ലൈഫിനെ അത്രയും അഫക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് യൂഷ്വലി പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വരാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഫിലിംസിലായാലും ഒക്കെ കുറച്ചുകൂടി പണ്ടത്തെ ഒരു സിനിമയുടെ ഇതൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടി അതൊരു എന്താ പറയുക, കുറച്ചൊരു ടാബു ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ഇതിനെ ടാബു ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളൊരു തീമിലേക്കാണ് പലതും പോർട്രേ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ചുകൂടി എന്താണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് എക്സാക്ട്ലി പോർട്രേ ചെയ്തിട്ടുള്ള ഫിലിംസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ എന്താണ് ഉന്മാദ അവസ്ഥ എന്നൊക്കെ അതിൻ്റെ തമാശ ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കും അത്, അല്ലെങ്കിൽ ഒരാൾക്ക് ഉന്മാദാവസ്ഥയിലൂടെ അവർ പോകുന്നത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പോർട്രേ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഇത് എനിക്ക് ഒരു ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കൊരു മാനസികമായ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്കിങ്ങനൊരു ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കാൻ സമയമെടുക്കുന്നുണ്ട്. അത് സോഷ്യൽ ടാബ് ഉള്ളത് കൊണ്ടൊക്കെ തന്നെയാണ്. ബാക്കി കൂടെ ഉള്ളവർ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. ഇപ്പം എനിക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാലും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. എന്നാൽ മാത്രമല്ലേ നമുക്കത് ഇപ്പം ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും ഒക്കെ ആ ഒരു വില്ലിങ്നെസ് വേണമല്ലോ. പേഷ്യൻ്റ് മാത്രം വില്ലിങ് ആയാൽ പോരാ, കൂടെ ഉള്ളവരും വില്ലിങ് ആവണം എന്നുണ്ടല്ലോ. ഇപ്പം കൗൺസിലിങ്ങിനൊക്കെ തന്നെ ആണെങ്കിലും വരുന്ന പല കേസുകളിലും ChatGPT ചോദിച്ചിട്ട് ആങ്സൈറ്റി ആണ്, ഡിപ്രഷൻ ആണ്, OCD ആണ് എന്നൊക്കെ ക്ലാരിഫൈ ചെയ്തിട്ട് വരുന്നവരുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ഇതൊരു ക്ലിനിക്കൽ അസസ്മെന്റ് എത്രത്തോളം ആ ഒരു ഏരിയയിൽ നടക്കുന്നുണ്ട്? ഈ ChatGPT അല്ലെങ്കിൽ ഗൂഗിളൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇന്ന അസുഖമാണെന്ന് പറഞ്ഞ് വരുന്ന അങ്ങനെയുള്ള കേസുകൾ വരാറുണ്ടോ? ഇതിപ്പം നമുക്കൊരു അവയർനെസ് ലെവൽ എന്നുള്ള രീതിയിൽ നമുക്കിപ്പം ഗൂഗിളിനോട് ചോദിക്കുന്നതോ ChatGPT ചോദിക്കുന്നതിലോ കുഴപ്പമില്ല. അതായത് എന്തൊക്കെയാണ് ഇത് ഭാഗം, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ആകുമ്പോൾ അത് അടിച്ചു നോക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഇന്ന അസുഖമാണെന്ന് കംപ്ലീറ്റ്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ആ രീതിയിൽ പോകാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഡിപ്രഷൻ ആണെങ്കിലും അല്ല ആങ്സൈറ്റി ആണെങ്കിലും അല്ല ബൈപ്പോളർ അഫക്റ്റീവ് ഡിസോർഡർ ആണെങ്കിലും എന്തായിരുന്നാലും അതിനൊരു സെറ്റ് ഓഫ് സിംറ്റംസ് ഉണ്ട്. നമ്മൾ ആ സിംറ്റംസിനെ അസസ് ചെയ്യുകയും പ്രത്യേകിച്ച് സ്കെയിൽസിലൂടെ നോക്കുകയൊക്കെ ചെയ്തിട്ടാണല്ലോ നമ്മൾ ഒരു ഡയഗ്നോസിസിലേക്ക് എത്തുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ലോ മൂഡ് എന്ന് പറയുമ്പോൾ ഡിപ്രഷനിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ അസസ്മെന്റ് ഓഫ് ലോ മൂഡ് ChatGPT അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പേഴ്സണൽ ചെയ്യുന്നതിലും വ്യത്യാസമുണ്ട്. അതുപോലെ ഈ ലോ മൂഡെന്ന് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സങ്കടാവസ്ഥ എന്ന് വായിക്കുമ്പോൾ പലരും ആ സങ്കടാവസ്ഥയെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. അപ്പോൾ എന്താണ് ലോ മൂഡെന്ന് അറിയുകയും നമ്മൾ ഡിപ്രഷൻ്റെ ലോ മൂഡ് എത്ര നാള് ഇത്ര സമയം എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണല്ലോ നമ്മൾ ലോ മൂഡ് അസസ് ചെയ്യുക. അതുപോലെ ഓരോ സിംറ്റംസിനെയും നമ്മൾ അസസ് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് അസുഖമാണെന്ന് പറയുന്നതിനോട് അതൊരു കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
ഓക്കെ, പലപ്പോഴും ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവർക്കും കൂടി പ്രശ്നം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴാണ് പലപ്പോഴും ഈ മെൻ്റൽ ഹെൽത്ത് ഇല്ല അല്ലെങ്കിൽ അതിലൊരു ഡിസോർഡേഡ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെൻറ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ്, എപ്പോൾ തൊട്ടാണ് നമ്മൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്? അതായത് ഈ ഒരാൾ നോർമൽ അല്ല അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കേസാണ് എന്നുള്ള കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ലൈഫിനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ, അതായത് നമ്മുടെ ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ, ഇപ്പം ഡിപ്രഷൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അതായത് എനിക്ക് എൻ്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കൂടുതൽ സമയവും ഞാൻ അനുഭവിക്കുന്നത് വിഷമമാണ്. അതായത് ഒരു 24 hours എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു മെജോറിറ്റി ഭാഗവും എൻ്റെ ഉള്ളിൽ എനിക്കൊരു വിഷമം ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മൂടിക്കെട്ടുന്ന അവസ്ഥ ഫീൽ ചെയ്യുന്നു. ഇതെല്ലാം എൻ്റെ നോർമൽ ലൈഫിനെയും എൻ്റെ ജോബിനെയും എൻ്റെ റെസ്പോൺസിബിലിറ്റിയെയും ബാധിക്കുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്താണ് നമ്മളിതിനെ ഒരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അതായത് വളരെ സിവിയറായിട്ട് ബാധിക്കുന്നതിന് മുന്നേ തന്നെ, അതായത് ഒരു നോർമൽ ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഒരു അസുഖമായിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ആങ്സൈറ്റി വരുന്നു, ഉത്കണ്ഠയുണ്ട്, അത് കാരണം പ്രസംഗിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് കാരണം ഒരു ടീച്ചറിന് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ജോബിൽ അഫക്റ്റ് ചെയ്യണല്ലോ, സ്ട്രെസ് അവിടെ വരാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇതിലൊക്കെ നമുക്ക് നോർമലി ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളൊരു കാര്യത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളപ്പോൾ നമ്മളതിനെ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടേഷൻ ആവശ്യമായി വരുന്നുണ്ട്. ഈ ഒരു മെൻ്റൽ ഇൽനെസ് ആണ് എന്നത് പലപ്പോഴും പല കേസുകളിലും അതൊരു ലൂപ്പ് ഹോളായിട്ട് എടുക്കാറില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ലാസ്റ്റ് വീക്കിൽ ഒരു കുട്ടിയെ അമ്മ ഉപദ്രവിച്ചൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടോക്ക് വരുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് പലപ്പോഴും ഇങ്ങനെ ഒരു ക്രിമിനൽ ഇതിലുള്ളവർക്ക് അത് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് മാറാറുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഓർമ്മയുണ്ടോ? അല്ല, എനിക്ക് അതായത് നമ്മൾ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന വളരെ സിവിയർ ആയിട്ടുള്ളൊരു രോഗമുണ്ട്. ഞാൻ എൻ്റെ പ്രാക്ടീസിലും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുമൊക്കെ നിരവധി കേസുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏർലി ഐഡൻറ്റിഫൈ ചെയ്തത് കൊണ്ട് തന്നെ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മദറിനെയും ചൈൽഡിനെയും സെപ്പറേറ്റ് ആക്കാനും ട്രീറ്റ് ചെയ്യാനും പിന്നെ കുഴപ്പമില്ലാതെ അവരുടെ ലൈഫ് അവർ കണ്ടിന്യൂ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതുപോലത്തെ കേസുകൾ ശരിക്കുമുണ്ട്. പല നമ്മൾ കേൾക്കുന്ന കേസുകളും, അതായത് ചിലത് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് തന്നെയാണ് ആ ഒരു ഇതിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ക്രിമിനൽ മൈൻഡ് ഉണ്ട്. അപ്പോൾ അതും ഒരു പേഴ്സണാലിറ്റി, SPD പേഴ്സണാലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അത് നമ്മൾ ശരിക്കും ഡീറ്റെയിൽഡായിട്ട് അസസ് ചെയ്ത് തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു നോർമൽ കേസ് സ്റ്റഡിയിൽ അത് പറ്റില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് അത് നോക്കണം. കാരണം ഇപ്പോൾ ക്രിമിനൽ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇത് തന്നെ നടക്കാം. പക്ഷേ കൂടുതൽ സമയവും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസിൻ്റെ ഭാഗമായിട്ടാണ് മദർ ചൈൽഡ് ഒരു ഇത് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ കൗൺസിലിങ്ങിന് തന്നെ പലർക്കും വരാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ കുട്ടികൾ, ഇപ്പോൾ നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾ ചിലപ്പോൾ പേരൻസിനോട് അങ്ങോട്ട് ചെന്നിട്ട് എനിക്ക് ഇതുള്ളൊരു കൗൺസിലിംഗ് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അതിന് നിനക്ക് എന്ത് പ്രശ്നമാണെന്ന് തിരിച്ച് ചോദിക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് പലരും കൗൺസിലിങ്ങിന് വേണ്ടി തന്നെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ വരുന്നതിനും അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ OP യിലൊക്കെ വരുന്ന പേഷ്യൻസ് അവർ വില്ലിംഗ് ആയിട്ട് വരുന്നതിന് എത്രത്തോളം ആ ഒരു സൊസൈറ്റി എത്രത്തോളം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? വളരെ ചെറിയ സപ്പോർട്ടാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾ പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, എനിക്കൊരു കൗൺസിലിങ്ങിന് കാണുമ്പോൾ, അല്ലെങ്കിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സപ്പോർട്ട് ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നന്നായിട്ട് സപ്പോർട്ട് കിട്ടാറുണ്ട്, കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ പലപ്പോഴും സ്കൂളിൽ നിന്ന് സജസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഈ കുട്ടി ഒരു പ്രശ്നത്തിൽ ചെന്ന് പെടുകയോ ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇവർ നമ്മളടുത്ത് കൊണ്ടുവരിക. അപ്പം നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ, ഹിസ്റ്ററി എടുക്കുമ്പോൾ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് കുട്ടി ഈ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ സ്കൂളിലെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ കൗൺസിലറോ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവാം, പേരൻറ്റിനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അവർ ഈ ഒരു സോഷ്യൽ ടാബു അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്
അത് ചെയ്യുന്നില്ല, എത്തുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും പല സിനീരിയോയിലും വളരെ ചെറിയ ട്രീറ്റ്മെൻറ്റും തെറാപ്പിയും കൊണ്ട് റെഡി ആയി പോകേണ്ട കേസുകൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നമ്മളുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ഒരു കുറച്ചുകൂടെ യങ്ങർ ജനറേഷനിൽ തീരെ ചെറിയ കുട്ടികളിൽ അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പാരൻസിന് കുറച്ചുകൂടെ അവെയറാണ്. യങ്ങർ ജനറേഷൻ ഓഫ് പാരൻസ് കുറച്ചുകൂടെ അവെയറാണ്. അപ്പോൾ അവർ വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ, ഒരു ടീനേജ് അത് കഴിഞ്ഞ് എൻ്റെ ബാക്കിലോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്നത് ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അവരുടെ ഫാമിലി ലൈഫിലൊരു പ്രശ്നമായി, കുട്ടി ഭയങ്കര ഇറിറ്റബിൾ ആവുന്നു, അല്ലെങ്കിൽ സ്റ്റഡീസിൽ ഭയങ്കര മോശമാവുന്നു. യൂഷ്വലി 10th ഒക്കെ എത്തുമ്പോഴാണ് നമ്മളടുത്ത് കൊണ്ടുവരാം. പക്ഷെ കുട്ടിക്ക് ടെൻഷനും ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ എനിക്കൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, 18 വയസ്സാണ്. അപ്പം ചോദിക്കുമ്പോൾ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ക്ലിയർലി ഒരു 4 എപ്പിസോഡ്സ് ഓഫ് ഡിപ്രഷൻ അവർ തന്നെ പറയുന്നുണ്ട്. ഇതിന് മുന്നേ ഇങ്ങനെ വന്നിരുന്നു, പക്ഷെ അവർ ട്രീറ്റ്മെൻറ്റ് സീക്ക് ചെയ്തിട്ടില്ല. വേറെ ഹീലിംഗ് ഒക്കെ ആയിട്ട് അവർ പോയി, അത് ഓക്കെ ആയി എന്ന് വിചാരിച്ചപ്പോൾ നമുക്കൊരു ഇവിടെ വരുമ്പോൾ നമ്മളൊരു 4th എപ്പിസോഡ് ആണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു മാനിക് സ്റ്റേജിലാണ് നമ്മളെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടി നമുക്ക് പാടായി വരുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ആ കുട്ടിക്ക് നേരത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് എത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ കാണാറുണ്ട്. അത് ഈ ട്രീറ്റ്മെന്റിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം കീപ്പ് ചെയ്യാറുണ്ടോ? പൊതുവെ എല്ലാവർക്കും ഒരു മടി ഉണ്ടാവുമല്ലോ, ഒന്ന് മാറിക്കഴിയുമ്പോൾ വീണ്ടും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വരുമോ? 85%, ഒരു 85% കീപ്പ് ചെയ്യണില്ല. അതെത്ര നമ്മൾ ഇൻസിസ്റ്റ് ചെയ്താലും ഓക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ, ഇപ്പം ഡിപ്രഷൻ ആണെങ്കിൽ നമ്മളൊരു 9 months to 1 year ആണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് പീരീഡ് അല്ലെങ്കിൽ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊരു ഓക്കെ ആവും, ഒരു 1 monthലൊക്കെ ഓക്കെ ആവും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ വിചാരിക്കും ഓക്കെ ഇനി മരുന്ന് എടുക്കണ്ട, എന്തിനാണ് മരുന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ അവർ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. സോ അവർക്ക് ഇനിയും ഇത് വരാനുള്ള ചാൻസും പിന്നെ ഈ ചെറിയ മരുന്നിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ചാൻസും ഒക്കെ അവിടെ കുറയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് കേസുകളിൽ റിക്കർ ചെയ്യും, വീണ്ടും നമ്മളെ അടുത്ത് തന്നെ വരും. അപ്പോൾ ചോദിക്കുമ്പോൾ അവർ പറയും ഓക്കെ ആയതുകൊണ്ട് ഞാനങ്ങ് നിർത്തി, ഇനി ഇതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയില്ലേ, ഈ ഒരു സൈക്കാട്രിക് മെഡിസിൻസ് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും, അവരുടെ ഫാമിലി ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെയുള്ള ഒരു? തീർച്ചയായിട്ടും അങ്ങനെ തെറ്റിദ്ധാരണകളുണ്ട് ഒരുപാട് പേർക്ക്. പൊതുവെ നമ്മൾ സംസാരിക്കുമ്പോൾ മിക്കവാറും ഉള്ള ഒരു ഒരു 98% ഓഫ് പേഷ്യൻസിനും നമ്മളത് കൗൺസിൽ ചെയ്യണം. പ്രത്യേകിച്ച് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ പേഷ്യൻ്റ് ഓക്കെ ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആർ നോട്ട് ഓക്കെ. ഈ മരുന്ന് എടുക്കുന്നതിന് അവർ ഭയങ്കര എതിരാണ്. അപ്പോൾ ഞങ്ങൾക്ക് പൊതുവേ ഞങ്ങൾ ഓക്കെ ആക്കി കൊണ്ടുവരുന്ന പേഷ്യൻസിന് ചിലപ്പം പറയും ഫാമിലി മെമ്പേഴ്സിൻ്റെ പ്രഷറുണ്ട് ഇത് നിർത്താനായിട്ട്, കാരണം സൈക്കാട്രി മെഡിസിൻസ് എടുക്കുന്നത് കൊണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അസുഖങ്ങൾക്കും നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ നമ്മൾ ആൾ ഓക്കെ ആയി നമ്മൾ പിന്നെ ടേപ്പർ ചെയ്ത് ചെറുതായി കൊണ്ടുവന്ന് അത് അങ്ങ് നിർത്താൻ പറ്റുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. ലൈഫ് ലോങ് ആയിട്ട് മരുന്നെടുക്കേണ്ട ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ ഡയബറ്റിക് ആയ ഒരു പേഷ്യൻറ്റിന് ലൈഫ് ലോങ് അല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. BP ഉള്ള ഒരു പേഷ്യൻറ്റിന് ലൈഫ് ലോങ് ആണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. പക്ഷേ ഇതിന് മാത്രം അപ്പം ഞാൻ പലരോടും ചോദിക്കുന്നൊരു കാര്യമാണ്, BP-യുടെ മരുന്ന് എടുക്കുന്നുണ്ട് ലൈഫ് ലോങ്, ഡയബറ്റിക്കിൻ്റെ മരുന്ന് എടുക്കുന്നുണ്ട് ലൈഫ് ലോങ്, പക്ഷേ ഈ മരുന്നിന് മാത്രം നോർമൽ ഫങ്ഷനിങ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു മരുന്നുമാണിത്. ഇതിന് മാത്രം അവരൊരു പ്രത്യേകമായിട്ടൊരു ടാബുവിന് ഒരു ബുദ്ധിമുട്ടാണ് അത് ലൈഫ് ലോങ് എടുക്കാനായിട്ട്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് പലരും കാണാറുണ്ട്. എക്സാജറേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണോ? അതായത് ഈ ഒരു അസുഖം വരുമ്പോൾ ഇതൊരു വലിയ സംഭവമാണ്, ഒരു മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ് അത്. പക്ഷേ അതിൻ്റെ പല ഗ്രേഡുകൾ ഉണ്ടാവുമല്ലോ. ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി, അപ്പോൾ അതിന് ചിലപ്പോൾ കുറച്ച് നാൾ മെഡിസിൻ എഴുത്താൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കൗൺസിലിംഗ് മതിയായിരിക്കും, അല്ലെങ്കിൽ ഡോക്ടറായിട്ടൊന്ന് സംസാരിച്ചാൽ മതിയായിരിക്കും, ചെറിയ തെറാപ്പീസ് സൈക്കോ തെറാപ്പീസ് മതിയായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിലുള്ളൊരു ബുദ്ധിമുട്ട് പൊതുവേ കാണാറില്ല. അതായത് ഈ എക്സാജറേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പോകുന്ന എന്തോ ഒരു വലിയ സംഭവമാണ്, അതായത് അത്രയും വലിയൊരു ഇഷ്യൂവിലാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത് എന്നുള്ളൊരു ധാരണ പൊതുവേ ഇല്ലേ? തീർച്ചയായിട്ടും
അതായത് നമ്മൾ എല്ലാവരും, അതായത് എന്നോട് പൊതുവെ പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ഒന്ന് ഓക്കെ ആയിക്കോ കഴിയുമ്പോൾ ചിലപ്പോൾ മിക്കവാറും ഡിപ്രഷൻ ആയിരിക്കും, മൈൽഡ് ഡിപ്രഷൻ ആയിരിക്കാം ചിലർക്ക്, അല്ലെങ്കിൽ ചെറിയ ഒരു ചെറിയൊരു അക്യൂട്ട് സൈക്കോട്ടിക് ഒരു എപ്പിസോഡ് പോലെ വന്നതായിരിക്കാം ചിലർക്ക്, അല്ലെങ്കിൽ ബൈപ്പോളർ എഫക്റ്റീവ് ഡിസോർഡർ വന്നതായിരിക്കാം, കൂടുതലും ആങ്സൈറ്റി ആയിരിക്കാം ചിലർക്ക്. അപ്പോൾ ഈ ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉള്ളവരായിരിക്കും, ഡോക്ടറെ എനിക്ക് മാനസിക അസുഖമാണോ? എല്ലാവരും എന്നോട് പറയുന്നത് എനിക്കൊരു മാനസിക അസുഖമാണ്. അപ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, നമുക്ക് മനസ്സിനുള്ള ബുദ്ധിമുട്ടാണല്ലോ, പക്ഷെ ഇവർ ഉദ്ദേശിക്കുന്ന മാനസിക അസുഖം എന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ്, അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ചിത്തഭ്രമം പോലത്തെ ബുദ്ധിമുട്ടുകൾ ഡെലൂഷണൽ ഡിസോർഡർ ഒക്കെ കാണിക്കുമ്പോൾ അതിനെയാണ് മാനസിക അസുഖം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അല്ലെങ്കിൽ പൊതുവേ ഉള്ളൊരു അറിവെന്ന് പറയുന്നത് അത് മാത്രമാണ് മാനസിക അസുഖം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ കാണിക്കുന്നതാണ് മാനസിക അസുഖം എന്നുള്ളത്. അപ്പോൾ നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണുന്നു, മരുന്നെടുക്കുന്നു എന്ന് പറയുമ്പം ഈ ഒരു ടൈപ്പ് അസുഖമാണ് കാണുന്നത്. അല്ലാതെ നമുക്ക് ചെറിയ വരുന്ന ടെൻഷനോ അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുന്നൊരു കുട്ടിക്ക് ഉണ്ടാവുന്ന ടെൻഷൻ, അത് എക്സസീവ് ഒരു ആങ്സൈറ്റി വരുന്നു എന്നുള്ളതും നമുക്കൊരു നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നതിൽ വരുന്ന, അതായത് സെറട്ടോണിൻ്റെ ഒരു അളവിൽ വരുന്ന വ്യത്യാസമാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ വിചാരിക്കും. അപ്പോൾ അതിന് നമ്മൾ മരുന്ന് കൊടുത്താലും, അല്ലെങ്കിൽ ടെൻഷൻ കുറയാനായിട്ട് നമ്മൾ മരുന്ന് കൊടുത്താലും, ഡിപ്രഷന് മരുന്ന് കൊടുത്താലും ഒക്കെ എല്ലാവരും പറയുന്നത് ആ മരുന്ന് എടുത്താലും ഒക്കെ അവരുടെ കൺസെപ്റ്റിൽ ഇതേപോലെ സ്കിസോഫ്രീനിയ പോലത്തെ അസുഖത്തിനാണ് ഇവർ മരുന്ന് എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ ടാബുമായിട്ട്, അല്ല ആൾക്കാർക്ക് ശരിക്കും എന്തൊക്കെ തരം അസുഖങ്ങളുണ്ട്, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉത്കണ്ഠ രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്, OCD എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് വേർതിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാവണില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ നമ്മൾ ഡിപ്രഷനായിട്ട് വരുന്ന പെൺകുട്ടികൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൊതുവെ പാരൻസിനുള്ള ടെൻഷൻ, മരുന്ന് നിർത്താൻ പറ്റുമോ, ഇനിയിപ്പോൾ കല്യാണം നോക്കുകയാണ്, അപ്പോൾ ഈ മരുന്ന് എടുത്തു എന്ന് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ, അല്ലെങ്കിൽ ആ ഒരു കണ്ണിലൂടെ കാണുമല്ലോ മാരേജ് പ്രശ്നമോ, അല്ലെങ്കിൽ അതുപോലെ മെയിൽസിലായാലും മാരേജിൻ്റെ കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ ഈ മരുന്ന് എടുത്തു എന്ന് പറയണ്ടേ, അല്ലെങ്കിൽ ജോബ് വരുമ്പോൾ ഒരു പ്രശ്നമാവില്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻസ് ഫാമിലി മെമ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യും. കുട്ടികളിലും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ചെറിയ കോഴ്സ് എടുത്ത് നിർത്തുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊരു അറിവ് കുറവാണ് ഇതിൻ്റെ ഒരു ബാക്കിലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം നമുക്ക് പല പല കാറ്റഗറി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല ആൾക്കാർ. തീർച്ചയായിട്ടും ആ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് തന്നെ. കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യണം. അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുന്നത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. നമുക്ക് പനി വന്നാൽ, അല്ലെങ്കിൽ ജലദോഷം വന്നാൽ നമ്മളൊരു ഡോക്ടറെ കാണുന്നത് പോലെ തന്നെ മനസ്സിനൊരു ചെറിയ അസുഖം വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയത്ത് ഡോക്ടറെ കാണുക എന്നുള്ളത്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക എന്ന് പറയുന്നത് ഒരു വലിയ കുഴപ്പമൊന്നും അല്ല എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പൊതുവായിട്ടുള്ള ആളുകൾക്ക് ഉള്ളിലേക്ക് ആ ഒരു കൺസെപ്റ്റ് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ഡേയിൽ ഒരുപക്ഷെ നമുക്കൊക്കെ ലോകത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പനി ഉണ്ടെങ്കിൽ തൊട്ട് നോക്കിയിട്ടറിയാം. പ്രഷർ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളതിന് BP അപ്പാരറ്റസ് വെച്ച് നോക്കുമ്പോൾ നമുക്കതിൽ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് പല കംപ്ലയിൻറ്റ്സ് വരുമ്പോഴും, ഡയബറ്റിക് ആണെങ്കിൽ നമുക്ക് ഷുഗർ ലെവൽസ് വേരിയിങ് ആണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ മെൻ്റൽ ഇൽനെസ് വരുമ്പോൾ പുറത്ത് കാണിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഇതെല്ലാം ഒരു മനുഷ്യൻ ഫീൽ ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പോൾ പലരും ചോദിക്കുന്നു, ഞങ്ങൾ ഇതുവഴി ഇതേപോലെ പോയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് ഇപ്പോഴുള്ള ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് മാത്രം എന്താ ഈ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ശരിക്കും അസുഖം വരണമായിരുന്നെങ്കിൽ പണ്ട് വരണമായിരുന്നു, ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഇപ്പം എന്താ ഈ അസുഖം വന്നത്. അപ്പോൾ ഇത് വെറും തോന്നലാണ്. നമ്മൾ എന്താ പറയുന്നത്, ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒന്ന് സ്വയം പറഞ്ഞ് അങ്ങ് ശരിയാവും. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പല റിലേറ്റീവ്സും കൊടുത്തിട്ടുള്ള ഉപദേശം സ്വയം അത് നേരെയാക്കി എടുക്കാം എന്നുള്ളതാണ്. പക്ഷെ അതിന് ആ ഒരു വ്യക്തി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന സ്ട്രഗിൾ, അത് നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ ആ സ്ട്രഗിൾ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാവും. ഇപ്പോൾ ഡിപ്രഷനുള്ള പേഷ്യൻറ്റിന് രാവിലെ കട്ടിലിൽ നിന്ന് എണീക്കാൻ, നമ്മൾ ഈസി ആയിട്ട് ചെയ്യുന്ന പല്ല് തേക്കാൻ, കുളിക്കാൻ ഒക്കെ എത്രത്തോളം എഫേർട്ട് ആ ഒരു വ്യക്തി എടുക്കുന്നു എന്നുള്ളത്
ആ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഹെൽപ്പ് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ മരുന്ന് കൊടുത്താൽ തന്നെ ആൾ ഓക്കെ ആവും, ഓക്കെ ആയി പോവും. അപ്പോൾ ഏതൊരു അസുഖം പോലെ ട്രീറ്റ്മെൻ്റ് ഉള്ള ഒരു എന്താണ് ഒരു ട്രീറ്റ്മെൻ്റ് ഉള്ള ഓക്കെ ആവുന്ന ഒരു ഡിസോർഡേഴ്സാണ് സൈക്കാട്രിക് ഡിസോർഡേഴ്സും വരുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും മെൻ്റൽ ഹെൽത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മാനസികമായി നമ്മൾ സംഘർഷത്തിലാണെങ്കിൽ അത് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനോ ഒന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ തീർച്ചയായിട്ടും ഒരു സഹായിക്കുകയും അവർ എന്താണ് ഒരു ഹെൽപ്പ് കൊടുക്കുകയൊക്കെ വേണം, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയൊക്കെ വേണം. അല്ലാത്ത പക്ഷം എന്താണ് നമ്മൾ എന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഈ വ്യക്തികൾ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്.